15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആദ്യ ദിനത്തിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അനുശോചനമർപ്പിച്ച് സഭ പിരിയും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 7 മുതൽ സഭാ സമ്മേളനം തുടരും. സഭാ സമ്മേളനം 18-ന് അവസാനിക്കും. കേരള വെറ്ററിനറി സർവകലാശാല ബിൽ ഉൾപ്പെടെ 6 ബില്ലുകളാണ് ഈ സഭാ സമ്മേളന കാലയളവിൽ പരിഗണനയ്ക്ക് വരുന്നത്. ബില്ലുകൾ പരിഗണിക്കുന്നതിന്റെ സമയക്രമം ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടി വി പ്രസാദാണ് ചേരുന്നത്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തായാലും സഭ ഇന്ന് തുടങ്ങുകയാണ്. എന്തായാലും വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം കൂടിയാണ്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാകും, സഭാ നടപടികൾ ഇന്ന് എന്തൊക്കെയാകും? പ്രത്യേകിച്ച് 6 ബില്ലുകൾ കൂടി സഭയുടെ പരിഗണനയ്ക്ക് വരുന്നൊരു സമയം കൂടിയാണല്ലോ. സൂചിപ്പിച്ചതുപോലെ ആര്യ തുളസി, ഗുഡ് മോർണിംഗ്. അതായത് ഇത്തവണത്തെ നിയമസഭാ സമ്മേളനം ചേരുന്നത് വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട ഒരു സമയത്ത് തന്നെയാണ്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ഒരു ഇടതുപക്ഷ MLA ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ഉള്ള ആ ഒരു നിയമസഭാ സമ്മേളനം എന്നൊരു പ്രത്യേകതയാണ് ഇത്തവണത്തേതിന് ഏറ്റവും കൂടുതലുള്ളത്. അതിനൊപ്പം തന്നെ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ കേരള സർക്കാരിനെയും CPM-നെയും പ്രതികൂലമായി ബാധിച്ച ഒരുപാട് വലിയ ആരോപണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ നിയമസഭാ സമ്മേളനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിൽ CPIM-ഉം സർക്കാരും നേരിട്ട് വിമർശനം കേൾക്കുന്ന രീതിയിലേക്കാണ്, വലിയ വിമർശനം കേൾക്കുന്ന രീതിയിലേക്കാണ് തൃശ്ശൂർ പൂരമടക്കം ഉള്ള നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഉയർന്നു വന്ന മുഖ്യമന്ത്രി PR ഏജൻസിയെ ഉപയോഗിച്ച് തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പിന്നീട് ബൂമെറാങ്ങായി തിരിഞ്ഞ് CM-നും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടിക്കുമൊക്കെ എതിരായി വരുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഈ നിയമസഭാ സമ്മേളനം ഇന്നിപ്പോൾ തുടങ്ങുന്നത്. ഇന്ന് കാര്യമായി നടപടികളൊന്നുമില്ല. അതായത് ചരമോപചാരം അർപ്പിച്ച് പിരിയുക എന്നുള്ളത് മാത്രമാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കുൾപ്പെടെയുള്ളവരുടെ ചരമോപചാരം അർപ്പിക്കൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച 7-ാം തീയതി മാത്രമാണ് നിയമസഭാ സമ്മേളനം അതിൻ്റെ വീറും വാശിയോടും കൂടി തുടങ്ങുക. ഇന്നെന്തായാലും നിയമസഭാ സമ്മേളനം തുടങ്ങുന്നുണ്ട്. PV അൻവർ ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തിയേക്കില്ല എന്നുള്ളതാണ് വിവരം. മലപ്പുറത്ത് തന്നെ അദ്ദേഹം തുടരുകയാണ്. അങ്ങനെയെങ്കിൽ PV അൻവറിൻ്റെ സീറ്റ് എവിടെ എന്ന ചോദ്യം പ്രധാനമാണ്. നേരത്തെ ഭരണപക്ഷത്തോടൊന്നിച്ച് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം ഇരിക്കുന്ന ഭാഗത്തായിരുന്നു PV അൻവറിൻ്റെ സ്ഥാനം. പക്ഷേ ആ സ്ഥാനം പോയി. ഇന്നലെ LDF പാർലമെൻ്ററി പാർട്ടി ഇന്നലെ തീരുമാനിച്ച് ആ കത്ത് ഇന്നലെ തന്നെ നിയമസഭയ്ക്ക് സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ PV അൻവറിൻ്റെ കസേര അവിടെ നിന്ന് മാറും. എന്തായാലും PV അൻവർ നിലത്തിരിക്കില്ല, ഒരു കസേര ഉണ്ടാകും എന്നാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ AN ഷംസീർ പറയുകയും ചെയ്ത്. ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനമല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ ശക്തമായ പ്രതിഷേധം സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും UDF-ൻ്റെ ഒരു ശ്രമം. എന്തായാലും ഇന്ന് സഭാ സമ്മേളനം രാവിലെ തുടങ്ങുന്നു. ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയുകയും ചെയ്യും.